സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 ഫാർമസി കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ സിയുടെ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. 12/9/2025 മുതൽ 15/9/2025 വൈകിട്ട് 5 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം. പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. നേരത്തെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് അതെല്ലാം ഡിലീറ്റായി പോയിട്ടുണ്ടാവും. ഈ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് നേരത്തെ പ്രവേശനം കിട്ടാത്തവർ, നേരത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് പ്രവേശനം കിട്ടാത്തവരുണ്ടെങ്കിലും ഇനി ഹയർ ഓപ്ഷൻസ് ഇപ്പോൾ കിട്ടി ഒരു കോളേജിൽ ജോയിൻ ചെയ്തു മറ്റൊരു കോളേജിലേക്ക് ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരും ഇപ്പോൾ ഓപ്ഷൻ നൽകിയിരിക്കണം. പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് പുതുതായിട്ട് ഓപ്ഷൻ നൽകുക തന്നെ വേണം. അതിന് 2000 രൂപ വീണ്ടും ഫീസും അടക്കേണ്ടി വരും. 2000 രൂപ നേരത്തെ ഫീസ് അടച്ചവരാണെങ്കിൽ വീണ്ടും 2000 രൂപ അടക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും, അതേപോലെ നേരത്തെ ഇത് അഡ്മിഷൻ ഓപ്ഷൻ എൻട്രി ഫീസ് നൽകി പക്ഷേ ഇതുവരെ ഒരു കോളേജിൽ കിട്ടാത്തവരാണെങ്കിലും അവർക്ക് മിക്കവാറും അടക്കേണ്ടി വരില്ല. അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടക്കണോ വേണ്ടേ എന്നുള്ളത് അവിടെ കാണിക്കുകയുള്ളൂ. എന്നാൽ നേരത്തെ നിങ്ങൾ ഒരു ഓപ്ഷൻ എൻട്രി നൽകി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഓപ്ഷൻ എൻട്രി നൽകി അതിൽ കിട്ടി എന്നിട്ട് ജോയിൻ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ അവർ വീണ്ടും ഓപ്ഷൻ എൻട്രി ഫീസ് ഒരുപക്ഷെ നൽകേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുള്ളൂ ഓപ്ഷൻ എൻട്രി ഫീസ് അടക്കേണ്ടവരോ ഇല്ലേ എന്നുള്ളത്. 2000 രൂപ ജനറൽ കാറ്റഗറി OBC കാറ്റഗറിയും 2000 രൂപയും, SC/ST കാറ്റഗറിയിലും അതേപോലെ ജുവനൈൽ ഹോം, നിർഭയ ഇവിടെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ 500 രൂപയുമാണ് ഓപ്ഷൻ എൻട്രി ഫീസ് നൽകേണ്ടി വരിക. ഈ ഘട്ടത്തിൽ ഒരു പുതിയ കോളേജും കൂടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസസ്, കുന്നപ്പള്ളി, തൃശ്ശൂർ. ഈ കോളേജിൽ 100 സീറ്റിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാവുന്നതാണ്. എല്ലാ കോളേജിൻ്റെയും ലിസ്റ്റ് അവിടെ കാണിക്കും. ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിലവിൽ ലഭ്യമല്ല. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സീറ്റിലേക്കാണ് തേർഡ് അലോട്ട്മെൻറ്റിലൂടെ ഈ ഇത് നൽകുന്നത്, സീറ്റ് അലോട്ട്മെൻറ്റ് നൽകുന്നത്. തേർഡ് അലോട്ട്മെൻറ്റിൽ സാധാരണഗതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. ഇത്തവണ അങ്ങനെയല്ല. തേർഡ് അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും, ഇതുവരെ ഓപ്ഷൻ നൽകാത്തവർക്കും, ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ട് മറ്റു കോളേജിൽ ജോയിൻ ചെയ്തവർക്കും, അതേപോലെ നിലവിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു എന്നിട്ട് ജോയിൻ ചെയ്യാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായവർക്കും എല്ലാവർക്കും കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന, ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഓപ്ഷൻ നൽകാൻ സാധ്യമാണ്. അതിൻ്റെ സമയം 15/9/2025 വൈകിട്ട് 5 മണി വരെ മാത്രമാണ്. 17-ാം തീയതി താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 18-ാം തീയതി അന്തിമ അലോട്ട്മെൻറ്റും 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ജോയിനിങ് ടൈമുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂള്. തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം എന്നില്ല എങ്കിൽ ഓപ്ഷൻ നൽകേണ്ട ആവശ്യമേ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കേണ്ട, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന കോളേജ് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജ് മതി എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുകയേ വേണ്ട. അതേസമയം ഹയർ ഓപ്ഷൻസിലേക്ക് പോകണം അല്ലെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൽ ഓപ്ഷൻ നൽകേണ്ടതാണ്. നിങ്ങൾ ഓപ്ഷൻ നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടില്ല. ഓപ്ഷൻ നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടില്ല. അതേസമയം ഓപ്ഷൻ നൽകി പുതിയൊരു കോളേജ് പുതിയൊരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന കോളേജ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിലെ സീറ്റ് നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് ഈ ഓപ്ഷൻ നൽകിയാൽ മതി. അല്ലാത്തവർ ഓപ്ഷൻ നൽകരുത്. തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ ചേർന്നിരിക്കുന്ന കോളേജിലെ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ കിട്ടിയിരിക്കുന്ന കോളേജിലേക്ക് പോകൽ നിർബന്ധമായിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് പങ്കെടുത്തു, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന കോളേജ്, നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിങ്ങളുടെ സീറ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ
ഈ ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് അടച്ചിരിക്കുന്ന ആ എമൗണ്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം റീഫണ്ട് ചെയ്യുകയും ചെയ്യും. നിലവിൽ നിങ്ങൾക്ക് കോളേജ് മാറ്റം വരികയാണെങ്കിൽ പുതുതായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ഒരാൾ അവർക്ക് കോളേജ് മാറ്റം വരികയാണെങ്കിൽ നിലവിൽ നിങ്ങൾ വീണ്ടും 2000 രൂപ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഫീസിൽ റിഡക്ഷൻ ലഭിക്കുകയും ചെയ്യും. കോഴ്സ് ഫീസിലേക്ക് അത് വകവെക്കും എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കും, അതായത് ആദ്യമായിട്ട് ഓപ്ഷൻ നൽകുന്നവർ ഇതുവരെ 1ലും 2ലും 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും പങ്കെടുക്കാതെ ആദ്യമായിട്ട് ഓപ്ഷൻ നൽകുന്നവരാണെങ്കിലും അവർക്കും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഈ ഓപ്ഷൻ എൻട്രി ഫീസ് ഇതിലേക്ക് ട്യൂഷൻ ഫീസിലേക്ക് വകവെക്കും. ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഈ അടച്ചിരിക്കുന്ന ഫീസ് റീഫണ്ട് ചെയ്യും. റീഫണ്ട് ചെയ്യുന്നത് ഉടനെ അല്ല റീഫണ്ട് ചെയ്യുക, ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ റീഫണ്ട് ചെയ്യുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 3rd അലോട്ട്മെൻറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ടൊരു കോളേജിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കോളേജിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഇപ്പോൾ ഓപ്ഷൻ നൽകിയിരിക്കണം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.